അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ പറ്റിയ 4 കിടിലൻ ടിഫിൻ ബോക്സ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കാം. അപ്പോൾ ആദ്യത്തേത് ഞാൻ സേമിയ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് സേമിയ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് 1 മിനിറ്റ് മാത്രം നല്ലോണം തിളപ്പിച്ചെടുക്കുക. കൂടുതലൊന്നും തിളപ്പിച്ചെടുക്കണ്ട, സേമിയ നല്ലോണം കുക്കായി പോകും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 1 മിനിറ്റ് കറക്റ്റ് ഇതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. പിന്നെ ഓയിലും ഉപ്പും ചേർത്ത് കൊടുക്കാൻ വിട്ടോണ്ട. ഇനിയിപ്പോൾ ഇത് വെള്ളത്തിൽ ഈ ഒരു വെള്ളയിൽ ഞാൻ ഊറ്റി മാറ്റിക്കളയലാണ്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം. അതിനായിട്ട് ഇതാ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബട്ടർ, പിന്നെ മല്ലിയില 2 മുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങെല്ലാം കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റിലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറോ വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ടാക്കിയത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ സ്മെല്ലും മാറിക്കഴിഞ്ഞാലേ ഇതിലേക്ക് നമുക്ക് കട്ടാക്കി വെച്ച വെജീസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ്, വേറെ ഒരു വെജീസും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റുള്ള സേമിയ ഉപ്മാവ് എന്നെല്ലാം പറയാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രം ചേർത്ത് കൊടുക്കുക, വേറൊന്നും ചേർത്ത് കൊടുക്കണ്ട. കടല അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നവരുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പം 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 2 ചെറിയ ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഈ ഒരു ബട്ടറിൽ കിടന്നിട്ട് ഇതൊന്ന് കുക്കായിട്ട് വരണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ വേറെ സ്പൈസസ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇത് അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും, നമ്മൾ ചെറുതായിട്ടില്ലേ കട്ടാക്കി എടുത്തേ. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മുട്ട ചേർത്ത് കൊടുക്കലാണ്. ഈ പാത്രത്തിൽ തന്നെ ഈ ഒരു വെജീസ് എല്ലാം ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ. 2 മുട്ട ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കലാണ്. ഇതിലേക്ക് ഉപ്പും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കാര്യം നമ്മൾ വെജീസിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടില്ലേ. ഇതിൽ ഒരു 5 മിനിറ്റ് എല്ലാം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടിഫിൻ ബോക്സ് റെസിപ്പീസാണ് കേട്ടോ. ഞാനിതെല്ലാം കാണിക്കുന്നത് ഭയങ്കര ഈസിയാണ്. ഞാനിതാ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്കില്ലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിതാ കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വേവിച്ച് വെച്ച ആ ഒരു വെമിസലിയില്ലേ സെമിയില്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അടിപൊളി ടേസ്റ്റുള്ള ഒരു സേമിയ മാവെന്നോ എന്തെങ്കിലും പറയാൻ പറ്റും. ഇത് അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒരു വെജീസോ ഉള്ളിയോ തക്കാളിയോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഒരു സ്പൈസസും ചേർത്ത് കൊടുക്കണ്ട. ഇങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. കുട്ടികൾക്കെല്ലാം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഉമ്മമാർക്ക് അധികം മടിയല്ലേ എന്താ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചിന്തിക്കുമ്പം ഇതിൽ സേമിയ വെർമിസെല്ലിയെല്ലാം നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കുട്ടികൾ കുളിച്ച് കയറുന്നതിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. വയറും ഫില്ലാവും. പിന്നെ ഇതിൽ വെജീസും മുട്ടയെല്ലാം ചേർത്തുകൊണ്ട് ഹെൽത്തിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കാത്തവർ ട്രൈ ആക്കി നോക്കാം കേട്ടോ. ഞാനിതാ ടിഫിൻ ബോക്സിലേക്ക് വിളമ്പലാണ്. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കെച്ചപ്പോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വേവിച്ച മുട്ട വെച്ച് കൊടുക്കുന്നെങ്കിൽ വെച്ച് കൊടുക്കുക. സോയാബീൻ ഫ്രൈ ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഈ പ്രാവശ്യം കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് ഫുഡ് റെഡിയാക്കുമ്പം ഇതൊന്ന് മറക്കാണ്ട് ട്രൈ ആക്കി നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് വെജിറ്റബിൾ ചിക്കൻ റൈസാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കും ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചിക്കന് ഇതുപോലെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ചെറുതായിട്ട് ചിക്കനെല്ലാം മാറ്റി വെച്ചാലേ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജീസായിട്ട് ഞാൻ ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒരു 3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കന് വേവാനൊന്നും കാത്തിക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് വെജീസും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ചേർത്ത് കൊടുക്കുക. ചിക്കന് പകരം സോയാബീനില്ലേ വെള്ളത്തിൽ കുതിർത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതും കൂടി വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞാലേ ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫ്രൈഡ് റൈസിനെല്ലാം റൈസ് കുക്കാക്കി എടുക്കൂലേ വെള്ളത്തിൽ വേവിച്ചിട്ട്, അതുപോലെ
ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക, മുട്ട ചേർത്ത് കൊടുക്കുക, ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പം മല്ലിയില മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുട്ടികൾക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കുന്ന ഐറ്റമല്ലേ, അപ്പം എല്ലാം സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതും 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ടിഫിൻ ബോക്സ് റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. കുട്ടികൾക്ക് സ്കൂളിലേക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സെന്നറിയും, കുട്ടികളെ വയറും ഫില്ലാവും. അത്ര അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഇതിലും ഞാൻ വേറൊരു സ്പൈസസും ആഡ് ചെയ്തിട്ടുള്ള ഗരം മസാല പൗഡർ മാത്രമാണ് കേട്ടോ. ഇപ്പം മൂന്നാമത്തെ ടിഫിൻ ബോക്സ് കാണാം. ഞാനിതാ സോയാബീനിൽ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഉള്ളിയും ഒരു തക്കാളിയുമാണ്. ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചതച്ചെടുത്തതാണ്. കുറച്ച് മാത്രം മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് പാനിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഫ്രൈ ആക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. അധികം ടൈമൊന്നും വേണ്ട. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇത് കുക്കായിട്ട് വരുന്ന ടൈമിലേ നമ്മൾ സാധാ ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഇത് മിക്സ് ആക്കി എടുക്കുന്നത്. സോയാബീൻ റൈസാണ് റെഡിയാക്കുന്നത്. ഞാനിത് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയിൽ എല്ലാ എന്താ പറയുക ഫുഡ് ഐറ്റംസിൽ ഇട്ട് കൊടുത്തതിനാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികളൊരു കുറച്ച് പോലും ബാക്കി വെക്കൂല, എന്താ പറയുക കളയൂല, അത്രയും ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ഇതാ സാധാ ചോറ് അത് വേവിച്ച് വെച്ചിട്ടുണ്ടായിന്. അത് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നെ അധികം മസാല ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ലേ, അങ്ങനെയുള്ള കുട്ടികൾക്ക് ചോറ് വേറെ ഈ ഒരു കറി വേറെ അങ്ങനെയും കൊടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കുറച്ച് വലിയ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തതിനാൽ ഭയങ്കര ഇഷ്ടമാവും. കാര്യം നമ്മളിതിൽ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഉള്ളി, തക്കാളി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോയാബീനെല്ലാം എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാകുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പോൾ ഇതാ എല്ലാം കൂടി ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ടിഫിൻ ബോക്സിലേക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഒരു 5 മിനിറ്റ് മതി. ചോറെല്ലാം വേവിച്ച് വെച്ചതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. പിന്നെ നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടും മുമ്പേ ഈ ക്യാരറ്റ്, സോയാബീന്, ഉരുളക്കിഴങ്ങ് എല്ലാം ഒന്ന് കരുതി വെക്കാം കേട്ടോ വീട്ടിൽ. എന്നാൽ ഈസി ആയിരിക്കും. ഞാനിത് ഒരു മുട്ട ആംപ്ലേറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ട്രൈ ആക്കി വെക്കാം. അപ്പോൾ ലാസ്റ്റത്തെ ടിഫിൻ ബോക്സ് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതാ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കന് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ടില്ലേ, അതിലേക്ക് മുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഉള്ളിയും 2 തക്കാളിയും കൂടിയാണ് വേണ്ടത്. ഞാനിതാ ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. ചിക്കന് കുക്കാവുന്നൊന്നും പേടിക്കേണ്ട. കാര്യം ചിക്കന് നമ്മൾ ചെറിയ പീസായിട്ടല്ലേ കട്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കലാണ്. ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. അതിനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ മാത്രമൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയും ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മല്ലിയിലെല്ലാം എല്ലാ ഫുഡിലും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ വേവിച്ച് വെച്ച മക്രോണിയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കും മുമ്പേ എന്താ ഉണ്ടാക്കി കൊടുക്കുക, എന്താ ടിഫിനിലേക്ക് എന്നെല്ലാം ചിന്തിക്കുന്നതിന് മുമ്പേ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെന്താ മല്ലിയില, സോയാബീന്, ബീൻസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ മുട്ട, പിന്നെന്താ ചിക്കനെല്ലാം ഉള്ളവരാണെങ്കിൽ ചിക്കനെല്ലാം ചെറിയ പീസാക്കിയിട്ടെല്ലാം കട്ടാക്കിയിട്ട് ഓരോ ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ അതും ഈസി ആയിരിക്കും. ഇങ്ങനത്തെ റൈസും മക്രോണിയെല്ലാം റെഡിയാക്കി കൊടുക്കാൻ. അപ്പോൾ ലാസ്റ്റത്തെ ടിഫിൻ ബോക്സും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.